സിൽക്കിൻ്റെ തുണികളൊക്കെ വെച്ച് ചെയ്യാറുണ്ട്. അത് ചില മൂവീസിൽ മാസ്റ്റുർബേഷൻ ചെയ്യുമ്പോഴൊക്കെ കാണിക്കാറുണ്ട്. സിൽക്കിൻ്റെ ഫീല്, അല്ലെങ്കിൽ റഫ് സാധനങ്ങളുടെ, ഇപ്പോൾ ഈ ലിനൻ അങ്ങനത്തെ ചാക്ക് പോലത്തെ മെറ്റീരിയലിൻ്റെ എല്ലാ ടെക്സ്ചറും ഡിഫറെൻറ്റ് ഫീലിംഗ് ആണല്ലോ. സിൽക്കി ഫീലിംഗ്, ഫെദറി ഫീലിംഗ്, ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ്, ഇല്ലെങ്കിൽ ഓയിലൊക്കെ ചൂടാക്കിയിട്ട് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യാൻ പറ്റും ദേഹത്ത്. അതപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഡ്രിപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നടുവിന് അല്ലെങ്കിൽ ഈ പൊക്കിളിൻ്റെ അവിടെ അങ്ങനെയൊക്കെ ഡ്രിപ്പ് ചെയ്യുമ്പോൾ ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. മനസ്സിലായോ? അല്ലെങ്കിൽ ഇപ്പോൾ ക്രീം, എന്ത് സാധനമാണെങ്കിലും ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യാൻ പറ്റും ദേഹത്ത്. അപ്പോൾ അത് ഏത് സ്ഥലത്താണെന്നറിയില്ല. ഇപ്പോൾ അതേ ഒരു ഫീല് തന്നെയാണ് നമുക്കിപ്പം ഷവർ ചെയ്യുമ്പോൾ കിട്ടുക. അതായത് ഇപ്പം രണ്ടാളും കുളിക്കുന്നുണ്ട്, രണ്ടാൾക്കും എത്ര പേര് ഒരുമിച്ച് കുളിക്കുന്നുണ്ട്, ഷവർ ചെയ്യുന്നുണ്ട് കപ്പിൾസ്? വളരെ കുറവായിരിക്കും. ചിലർ തുടക്കത്തിൽ ചെയ്യുമ്പോൾ ചെയ്യത്തേ ഇല്ല. ഈ വലിയ ഷവറിൻ്റെ അടിയിൽ രണ്ടാളും നിൽക്കുന്നത് മഴയത്ത് നിൽക്കുന്ന പോലെയാണ്. ആ വെള്ളം വീഴുമ്പോൾ ഉള്ള ഫീല് ഭയങ്കര കൂടുതലാണ്. അത് ഫീല് നമുക്ക് ടച്ചിൻ്റെ ഫീലുണ്ട്, അത് കൂടാതെ നമുക്ക് കാണാനും പറ്റും. അപ്പം പിന്നെ അതിനകത്ത് മറ്റേ എലമെൻ്റൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ആലിംഗനം ചുംബനമൊക്കെ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഷവർ ചെയ്യാം, കാശ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഫ്രീ എൻ്റർടൈൻമെൻ്റ് ആണ്. വെരി ഹൈ ഡോപ്പമീനും വെരി ഹൈ ഇതുമാണ്.